ഗവൺമെൻറ് ഇപ്പം സെൻട്രൽ ഗവൺമെൻറ്റിൽ അയച്ചിരിക്കുന്ന അപേക്ഷയിൽ ഈ സെക്ഷൻ 40 പ്രകാരം ഷെഡ്യൂൾ 1 പറയുന്ന മൃഗങ്ങൾ അതിനെ കൊല്ലാനോ അതിനെ വെടിവെച്ച് വീഴ്ത്താനോ ഒന്നും ആർക്കും അധികാരമില്ല. അങ്ങനെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പ്രിസർവ് ചെയ്യുന്ന ഇവരെ സംരക്ഷിക്കേണ്ട മൃഗങ്ങളാണ് ഷെഡ്യൂൾ 1 പറഞ്ഞിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും വലിയ ശിക്ഷയാണ് ഫോറസ്റ്റ് കേസെടുത്താൽ കിട്ടുന്നത്. എന്നാൽ ഇങ്ങനെ കേരളത്തിലെ കാലാകാലങ്ങളായിട്ട് പല വീടുകളിലും ആനക്കൊമ്പുകൾ പഴയ കാലം മുതൽ സംരക്ഷിക്കുന്നുണ്ട്. തലമുറകളായി ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക് അത് ലഭിക്കുന്നുമുണ്ട്. എന്നാൽ ഈ നിയമം 1972 വന്നപ്പം അന്ന് 30 ദിവസത്തിനും ഇങ്ങനെ സൂക്ഷിക്കുന്നവർക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ലൈസൻസ് കൊടുക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പലരും അത് വാങ്ങിച്ചില്ല, അപേക്ഷിച്ചിട്ടില്ല. ഇപ്പോഴും പലരുടെ വീടുകളിൽ ഇതുപോലെയുള്ള പഴയ കാലത്തെ ആനക്കൊമ്പ്, പുലിനഖം, വൈൽഡ് ട്രോഫി ഇങ്ങനെയൊക്കെ പലതും അവരുടെ വീടുകളിൽ അന്ന് മുതൽ ഇരിക്കുന്നുണ്ട്. തലമുറകളായിട്ട് 2, 3, 4 തലമുറകളായിട്ട് അത് സംരക്ഷിച്ചു പോരുന്നുണ്ട്. പല പുരാതന വീടുകളിൽ ഇന്നും അത് ഇരിപ്പുണ്ട്. അത് നിയമപരമായി തെറ്റാണ്. അതിനൊരു ലൈസൻസ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കണം.